മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി എത്തുകയാണ്. പാർട്ടി നേതാക്കളുടെയൊക്കെ സാന്നിധ്യം കാണാം. സ്വാഭാവികമായി ഇത് കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചേക്കാം അല്ലേ? അതെ, സ്വാഭാവികമായും മുഖ്യമന്ത്രി സാധാരണ വോട്ട് ചെയ്തതിന് ശേഷം പോളിംഗ് ബൂത്തിന് പുറത്തെത്തി ഒരു രാഷ്ട്രീയ അവലോകനം എന്ന തലത്തിൽ ഒരു പ്രതികരണം സാധാരണ നടത്താറുണ്ട്. ഇതിപ്പോൾ RC അമല ബേസിക് UP സ്കൂളിലാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. 8 മണിക്ക് വോട്ട് ചെയ്യാൻ ആണ് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആ കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മറ്റ് പല പ്രമുഖരും കണ്ണൂരിൽ വോട്ട് ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഒപ്പം ആണ് ഇവിടെ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കമല വിജയൻ, ഒപ്പം തന്നെ മകളും അദ്ദേഹത്തോട് ഒപ്പം വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. പിണറായി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നും ഉണ്ട്. അപ്പോൾ അദ്ദേഹം RC അമല ബേസിക് UP സ്കൂളിന്റെ അങ്കണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സ്ഥാനാർത്ഥി MV ജയരാജനാണെങ്കിലും ഈ പ്രചരണത്തെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. K സുധാകരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് കണ്ണൂരിൽ നടന്നത് എന്നതാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. വളരെ അഭിമാനകരമായ ഒരു പോരാട്ടം ആണ് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഉള്ളത്. അതുകൊണ്ട് ആരുടെ വിജയം എന്നത് വളരെ നിർണായകവും ആണ്. ഏതായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥിരം പതിവ് രീതി വീട്ടിൽ നിന്ന് നടന്നാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുകയും അദ്ദേഹം ഈ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. പോളിംഗ് ബൂത്തിൽ വളരെ നീണ്ട ഒരു നിര നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രാവിലെ തന്നെ ഈ RC അമല ബേസിക് UP സ്കൂളിൽ ഒരു നീണ്ട പോളിംഗ് നിര ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം ഈ പോളിംഗ് മെഷീനുകൾക്കൊന്നും തകരാറില്ല എന്ന് കൃത്യമായി ഉറപ്പുവരുത്തി, സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം ആണ് മുഖ്യമന്ത്രി ഇവിടെ വോട്ടെടുപ്പിനായി എത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകർക്ക് സമയം അനുവദിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തവണയും ഉള്ളതുപോലെ കുടുംബാംഗങ്ങൾക്കൊപ്പം പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഇപ്പോൾ ബൂത്തിൽ നേതാക്കൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി എത്തുന്നത്. വലിയ തിരക്ക് ആ ബൂത്തിൽ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. കണ്ണൂർ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. നമുക്കറിയാം, ജയരാജനാണ് അവിടെ സ്ഥാനാർത്ഥിയായി, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാർട്ടി പ്രവർത്തകരുടെ നേതാക്കളുടെ അകമ്പടിയോടെ ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ട വലിയ പ്രചരണ കാലത്തിന് ശേഷം LDF പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ വലിയ പ്രചരണം LDF സംസ്ഥാനമെമ്പാടും നടത്തിയത്. 20 മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചരണം നടത്തി. നിരവധി പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ, CA അടക്കം നിരവധി വിഷയങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇതിനൊക്കെ ഇന്ന് ജനം ഇതുമായി ബന്ധപ്പെട്ട് വിധിയെഴുതും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം കണ്ണൂർ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ പ്രചരണ കാലം, നമുക്കറിയാം 1.5 മാസത്തോളം നീണ്ടുനിന്ന വലിയ പ്രചരണ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അദ്ദേഹത്തിനും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഭരണവിരുദ്ധ വികാരമടക്കം നിരവധിയായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ, UDFും BJPയും അടക്കം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായും ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്ന് ഇതിനകം തന്നെ പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ മുഖ്യമന്ത്രിക്കും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നുണ്ട്. അദ്ദേഹം ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ക്യൂ നിന്ന് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് അവിടെ ഈ ബൂത്തിൽ യന്ത്ര തകരാറോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വോട്ടിംഗ് സുഗമമായി രാവിലെ മുതൽ വലിയ ക്യൂവിനോട് കൂടി തന്നെ വോട്ടിംഗ് പുരോഗമിക്കുന്ന ഒരു സ്ഥലമാണ്. മനു, അദ്ദേഹം ഈ ക്യൂവിൽ കുറച്ച് ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരും. അല്പം ഒന്ന് സമയമെടുക്കും അല്ലേ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ?
മനു കേൾക്കാമോ? ക്യൂവിൽ ഇടം ഇപ്പോൾ പിടിച്ചിരിക്കുന്നു. കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലും വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇതിനകം തന്നെ 5% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കനുസരിച്ച് ഔദ്യോഗിക കണക്ക് 4.38%. കേരളത്തിൽ ഈ 1 മണിക്കൂർ പോളിംഗ് 1 മണിക്കൂർ 7 മണിക്ക് ആരംഭിച്ചു. ഇപ്പോൾ സമയം 8:04 ആകുന്നു. 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് 5% കാര്യങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് അനൌദ്യോഗികമായി ഉള്ള കണക്ക്. 4.38 ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ അറിയിച്ചിട്ടുള്ള കണക്ക്. 4.38% കേരളത്തിലെ പോളിംഗ് ശതമാനം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. തീരദേശ മേഖലയിലടക്കം മലയോര മേഖലയിലൊക്കെ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നു. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. കൊച്ചി നമുക്കറിയാം UDF അവരുടെ ഉറച്ച മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊച്ചിയിൽ രാവിലെ മുതൽ തീരദേശ മേഖലയിലും മറ്റും വലിയ തോതിലുള്ള ജനങ്ങളുടെ വരവുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ കൊച്ചിയിൽ എറണാകുളത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം 77.64. അതായത് സംസ്ഥാനത്ത് കാര്യമായി പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമായിരുന്നു എറണാകുളം. 13,24,000 വോട്ടർമാർ അവിടെ ഇന്ന് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. നവമി ദിനേശ് ഉണ്ട്. നവമി, എന്താണ് എറണാകുളത്തെ സാഹചര്യം? മറ്റ് മിക്ക മണ്ഡലങ്ങളിലും രാവിലെ മുതൽ തന്നെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. സമാനമായി തന്നെ വോട്ടർമാർ പോളിംഗിനോട് കൂടുതൽ ആഭിമുഖ്യം കാട്ടുന്നുണ്ടോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആരോപണ പ്രത്യാരോപണം, അഴിമതി ആരോപണം, ഇതിനൊക്കെ അവസാനം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ അവസാനം കുറിച്ചുകൊണ്ട് ഇന്ന് ജനം വിധി എഴുതുകയാണ്. രാവിലെ 7 മണിയോട് കൂടി തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് ജനം വോട്ടിടാനായി എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പരവൂർ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 102ാമത്തെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. നല്ല ചൂടാണ്. ഈ ചൂടൊക്കെ കൂടുന്നതിന് മുൻപ് രാവിലെ തന്നെ വോട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും സ്ത്രീകളൊക്കെ രാവിലെ വന്നത്. വീട്ടുജോലിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് വരാൻ നിന്നാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ രാവിലെ വോട്ടിട്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും പറവൂരിലുള്ള ഒട്ടുമിക്ക ബൂത്തുകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാവരും രാവിലെ തന്നെ എത്തി വോട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം മണ്ഡലം ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ള ഒരു മണ്ഡലമാണ്. രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിലെ 109ാം ബൂത്തിലാണ് വോട്ടിട്ടത്. കുടുംബത്തോടൊപ്പം ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമാണ് വന്ന് വോട്ടിട്ടത്. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയാണ് NDAക്ക് ബദലായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും തങ്ങളുടെ സമ്മതിദാവകാശം ശ്രദ്ധയോടുകൂടി തന്നെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്തതിനു ശേഷം ബൂത്തിൽ നിന്ന് മടങ്ങിയത്. അതോടൊപ്പം എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ വെടിമറ KB LP സ്കൂളിലെ 105ാം നമ്പർ ബൂത്തിലാണ് വോട്ടിട്ടത്. മകൾക്കൊപ്പമാണ് വോട്ടിട്ടത്. മകളുടെ കന്നി വോട്ടാണ്. അപ്പോൾ മകളുടെ കന്നി വോട്ട് അമ്മയ്ക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം കൂടി ടീച്ചർ രേഖപ്പെടുത്തി. അതോടൊപ്പം എല്ലാ മക്കളുടെയും വോട്ട് തനിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി പങ്കുവച്ചതിന് ശേഷമാണ് KJ ഷൈൻ ടീച്ചർ മറ്റ് മണ്ഡലങ്ങൾ മറ്റ് ബൂത്തുകളിലാണ് എറണാകുളം മണ്ഡലത്തിലെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി അവിടെ വരിയിൽ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യ ഇതിനകം വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മറ്റൊരു ദൃശ്യത്തിൽ കാണുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ വീണ വിജയൻ വോട്ട് ചെയ്യുന്നു. അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രിയും വോട്ട് ചെയ്ത് മടങ്ങും. അതിനുശേഷം അദ്ദേഹം സ്വാഭാവികമായും മാധ്യമങ്ങളെ കണ്ട് സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കും. LDFന്റെ CPMന്റെ പ്രതീക്ഷകൾ അദ്ദേഹം പറയും. അല്പസമയത്തിനകം തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വോട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകൾക്കും ഒപ്പമെത്തിയാണ് കണ്ണൂരിലെ ബൂത്തിൽ മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നത്. ക്യൂ നിന്നാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. രാവിലെ മുതൽ തന്നെ ഈ മണ്ഡലത്തിൽ ഈ പോളിംഗ് ബൂത്തിൽ വലിയ തോതിലുള്ള വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നിരയിൽ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനായി നിരവധി വോട്ടർമാർ വരി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതനുസരിച്ച് തന്നെ മുഖ്യമന്ത്രിയും ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. വോട്ട് ചെയ്യുന്നത് അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രിയും വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം.
മുഖ്യമന്ത്രിയുടെ മകൾ വോട്ട് ചെയ്തിട്ട് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രിയും എത്തും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ LDFിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച LDFിൻ്റെ ഓരോ പൊതുയോഗങ്ങളിലും വ്യക്തമായ സാന്നിധ്യത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് സജീവമായിരുന്നു മുഖ്യമന്ത്രി ഇത്തവണ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയത്. ഓരോ നിരവധി വിഷയങ്ങൾ വരുമ്പോഴും കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുത്താണ് അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പ് യോഗത്തിലും പ്രസംഗിച്ചത്. CAA അടക്കമുള്ള ദേശീയ തലത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി വോട്ടർമാരുമായി ജനങ്ങളുമായി സംവദിച്ചത്. അതിനുശേഷം നിർണായകമായ ഈ ദിവസം നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനകം 4.53% പോളിംഗ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോട്ടയത്തെയാണ് 4.53 എന്നുള്ളത്. സംസ്ഥാനമൊട്ടാകെ 4.38% വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പത്തനംതിട്ടയിൽ ആദ്യ മണിക്കൂറിൽ 3.54 എന്ന കണക്കും പുറത്തു വന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഈ ഓരോ മണ്ഡലങ്ങളിലും വലിയ തോതിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ ആലപ്പുഴ തിരുവമ്പാടി സ്കൂളിലാണ് KC വേണുഗോപാൽ. ആലപ്പുഴ തിരുവമ്പാടി ഹൈസ്കൂളിലാണ് KC വേണുഗോപാൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പായി നടക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നന്നായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഫീൽഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ നല്ല മികച്ച വിജയം നേടും ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് കേരളത്തിലുള്ളത്. UDF അനുകൂല തരംഗമാണ് കേരളത്തിലുള്ളത്. തീരദേശത്ത് വൻതോതിൽ വോട്ട് ചെയ്യാനായിട്ടുള്ളത് നീണ്ട നിരയുണ്ട്. ഇത് ആർക്കാണ് അനുകൂലമായി തീരുക? ഒരു സംശയം വേണം. അതുകൊണ്ട് ഒരു തരംഗം വന്നാൽ ആണ് ഈ വോട്ടിംഗ് നില ശക്തിപ്പെടുക. UDFിന് അനുകൂലമായ തരംഗമുണ്ട്, കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ട്. KC ഒരു കാര്യം, ഇന്നലെ സ്ഥിരമായിട്ട് പിണറായി വിജയനും MB ഗോവിന്ദനും എല്ലാം കുറെ നാളുകളായി പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന. ഇന്നലെ BJPയുടെ സംസ്ഥാന വൈസ് KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി ബൂത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇതിനകം വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആലപ്പുഴ തിരുവമ്പാടി ഹൈസ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് കണക്കുകളും ന്യൂസ് 18 കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. 4.38 ഒരു മണിക്കൂർ, ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് പിന്നിടുമ്പോൾ കേരളം രേഖപ്പെടുത്തിയ വോട്ട്. 4.38% ആളുകൾ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നു. എറണാകുളത്ത് ശക്തമായ പോളിംഗ് ഉണ്ട്. 6.6% വോട്ടർമാർ എറണാകുളത്ത് ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലമായി കൂടി എറണാകുളം മാറുന്നുണ്ട് ഇതിനകം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 80%-ലധികം പോളിംഗ് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം 77.77% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത്. അത് 80 കടത്തുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. അനവധി കാര്യങ്ങൾ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ശബരിമല വിഷയമടക്കം വലിയ തോതിൽ ചർച്ചയായിരുന്നു. KC വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അറിയാം, നിങ്ങൾ ആ വിഷ്വൽ കണ്ടതാണ്. നമ്മുടെ MLA സിയാർ ഒരു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും രണ്ടാം ഘട്ടത്തിലും ഇന്ത്യ മുന്നണി മികച്ച വിജയം കൈവരിക്കുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം എന്നുള്ള ആത്മവിശ്വാസം KC പങ്കുവെക്കുന്നു. ബൂത്തുകളിലെ രാവിലത്തെ തിരക്ക് UDF അനുകൂല തരംഗത്തിന്റെ സൂചനയാണ് എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ സെക്രട്ടറി അടക്കം ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്
സ്വസിദ്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ തീരുമായിരുന്നു. എന്നിട്ട് ഇന്ന് സംഭവിച്ചത് എന്താ അറിയോ? ഇന്ന് സംഭവിച്ചത് അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. CR മഹേഷിനെതിരെ വധശ്രമത്തിന് കേസ്. നിങ്ങൾ വാദി പ്രതിയാക്കുന്ന ഇത്തരം സമീപനം വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ? ഇതിനകത്ത് എനിക്കറിയില്ല, ഇലക്ഷൻ കമ്മീഷൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഞങ്ങളതിന് കണക്ക് ചോദിച്ചിരിക്കും കൃത്യമായിട്ട്. ഇത്തരം അന്യായം കാണിച്ചാൽ MLA-ക്കെതിരെ എറിഞ്ഞ് MLA വീഴ്ത്തിയ അയാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഞാൻ ബെഞ്ചാന്തി രാത്രി സന്ദർശിച്ചു, ഇന്നലെയും ഇപ്പോഴും ആശുപത്രിയിൽ നിന്നാണ് അയാൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് MLA-ക്കെതിരെ വധശ്രമ കേസ്. ഇത് ഏറ്റവും കടുത്ത ജനാധിപത്യ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ മോഡി ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദത പാലിക്കുന്നു. ഇവിടെ പിണറായി വിജയൻ അതേ തന്ത്രം തന്നെ പയറ്റാണ്. രണ്ടും ഒരു വ്യത്യാസവും. KC വേണുഗോപാൽ മാധ്യമങ്ങളെ